സ്വമേധയാ ഒഴിയുകയാണ്. അതൊരു വലിയ കാര്യമല്ലല്ലോ, അതൊരു വലിയ കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ചില ആൾക്കാർ സ്വയം ഒഴിയും, അത് ഞാൻ ഒഴിഞ്ഞു, അത്രയേ ഉള്ളൂ. എന്താണ് അതിന് കാണുന്നത്? കേരളത്തിൽ സജീവം എനിക്ക് അവിടെ പ്രവർത്തിക്കാൻ ഒരുപാടുണ്ട്. എന്റെ പ്രവർത്തന കേന്ദ്രം കേരള സ്റ്റേറ്റ് സെക്രട്ടറി പ്രവർത്തന കേന്ദ്രം കേരളമായിരിക്കും. അതുകൊണ്ട് കേരള സ്റ്റേറ്റ് സെക്രട്ടറി സ്വയം പറഞ്ഞു ഞാൻ ദേശീയ സെൻട്രൽ പ്രവർത്തിക്കാൻ ഉണ്ടാകില്ല എന്ന്. ഞാൻ സ്വയം ഒഴിഞ്ഞു. അല്ല, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതിനകത്ത്. അല്ല, പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുക. എന്റെ ജോലി കേരളത്തിലെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കലാണ്. ഞാൻ പ്രവർത്തിക്കുക. അപ്രതീക്ഷിതമായ ഒരു എങ്ങനെ അപ്രതീക്ഷിതമായിരുന്നു അത്തരത്തിലൊരു ഞാൻ തീരുമാനിച്ചതാണ്, നേരത്തെ തീരുമാനിച്ചത്. തീരുമാനിച്ച നാഷണൽ കൌൺസിൽ യോഗത്തിലും നാഷണൽ എക്സിക്യൂട്ടീവിലും കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായി കേരളത്തിൽ തന്നെ നിന്ന് പ്രവർത്തിക്കണം. അതാണ്. പുതിയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു ബിനോയുടെ ഒരു നിർദ്ദേശമാണ്. ഞങ്ങൾ ഒരുമിച്ച് തന്നെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളിലും കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും ഒരുപോലെ ഉണ്ടാവും. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് നിശ്ചയമായിട്ടും അങ്ങനൊരു തീരുമാനം ബിനോയ് വിശ്വം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ കൂടുതൽ സമയം കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പുതിയ ആളുകളെ സെക്രട്ടേറിയറ്റിലേക്ക് നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ പേര്, എന്റെയും സന്തോഷ് കുമാറിന്റെയും പേര് എടുത്തത്. ഞങ്ങൾ രണ്ടുപേരുടെയും പേര്. അത് സ്വാഭാവികമായിട്ടും പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി എന്നുള്ള നിലയിൽ അതിനെ കാണുന്നത്, മറ്റൊന്നുമില്ല. സെക്രട്ടേറിയറ്റ് മെമ്പർ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടുന്നത് ആ നിലയിലായിരിക്കും. ഒറ്റയടിക്കല്ല, ഒക്കെ വരും, അത് നടക്കും. അപ്പോൾ താങ്കൾക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ദൌത്യം എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതൊക്കെ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടല്ലേ? സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കൊക്കെ ശക്തമായിട്ട് ഇനി മുമ്പോട്ടേക്ക് പോകും. തീർച്ചയായിട്ടും. കേരളത്തിൽ നിന്ന് ഇപ്പൊ രണ്ടുപേരുണ്ട്, പ്രകാശ് ബാബുവും സന്തോഷ് കുമാറുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കേരളത്തിലെ പാർട്ടിക്ക് പൂർണ്ണ സംതൃപ്തിയാണ്, കേരളത്തിലെ സെക്രട്ടറിക്കും പൂർണ്ണ സംതൃപ്തിയാണ്. ഒരാൾക്കെങ്കിലും അതിന് ഇളവ് നൽകേണ്ടി വന്നു എന്നുള്ളത് കേരള ഘടകത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആവശ്യത്തിനായിട്ട് തിരിച്ചടിയില്ല. അല്ലല്ല, പാർട്ടിയുടെ മുന്നോട്ട് പോക്കിന് വേണ്ടി കേരള ഘടകവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൈക്കൊണ്ട തീരുമാനമാണത്. അത് പൂർണ്ണമായും തൃപ്തരാണ്. കൈക്കൊണ്ട തീരുമാനം പ്രായപരിധിയിൽ ഇളവ് വേണ്ട എന്നുള്ളതായിരുന്നു. ഇതൊന്നും വിട്ടുവീഴ്ചയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഒരാളിന്റെ സേവനം വേണമെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു, ആ ആൾക്ക് ഇളവ് കൊടുത്തു. അതൊന്നും ഒരു പുതിയ കാര്യമല്ല. അതൊന്നും ഒരു ഘടകത്തിന്റെ മാത്രം വിഷയമല്ല. അത് പാർട്ടിക്ക് അതിന്റെ വർക്കുകൾ നയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ആൾക്ക് ഇളവ് വേണ്ടി വന്നു, ഇളവ് കൊടുത്തു, അത്രയേ ഉള്ളൂ.